ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ, വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എണീറ്റ് ഫ്രഷൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. ഇനി എനിക്ക് കോളേജിൽ പോകണം. ഇന്ന് എനിക്ക് എക്സാമാണ്. ഇതിൽ ഫൈനൽ എക്സാമാണ്. അപ്പം അതിൻ്റെ ടെൻഷൻ ഉണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇനി ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടൊരു മിക്സ്ഡ് ഇമോഷനാണ് എനിക്കുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോവാം. ഞാൻ എന്തായാലും എണീറ്റ് റെഡി ആയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, പോകണം. അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എക്സാമിന് പോവാൻ. ഇപ്പം ഇവിടെ സമയം 8:20 ആയിട്ടുണ്ട്. എനിക്ക് 9 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കോളേജിലേക്ക് 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ. എൻ്റെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. അതിന് കാരണം ഇന്നത്തെ എക്സാം തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഈ സെമ്മിൽ ഏറ്റവും പേടിയുള്ള എക്സാമാണ്. എത്ര പഠിച്ചാലും ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുത്ത് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. ചെറിയ ടാസ്ക് ഒന്നുമല്ല, അതൊരു വൻ ടാസ്ക് തന്നെ. പെട്ടെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാവും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. ഫസ്റ്റ് സെമ്മിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടേ. അതാ ഈ എക്സാം ഇങ്ങനെ എല്ലാവരും പേടിക്കുന്നത്. ഈ എക്സാം നമുക്ക് പാസ്സാവുന്നവർ മാത്രം ഇവിടുന്ന് പാസ്സായി പോയാൽ മതി എന്നാണ് നമ്മുടെ പ്രൊഫസേഴ്സ് പറയാറ്. ഇന്നത്തെ വെതർ അടിപൊളിയായിരുന്നു. ഇവിടെ ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വലിയ തണുപ്പുമില്ല, വലിയ ചൂടുമില്ല. എന്നാലും സൂര്യൻ ഇന്ന് എൻ്റെ മുമ്പിൽ തന്നെ പ്രതീക്ഷപ്പെട്ടുകൊണ്ട് നേരെ നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പഠിക്കുന്ന ബഹളങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഞാൻ ഈ കോളേജിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്: ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം. നല്ല ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കിവിടെ നിന്ന് കിട്ടി. ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രമല്ലല്ലോ, സങ്കടവും പരീക്ഷണങ്ങളും ഒക്കെ നിറഞ്ഞതല്ലേ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നാടും വീടും ഒക്കെ വിട്ട് വേറൊരു രാജ്യത്ത് വരുമ്പോൾ. അങ്ങനെ ഒരു സമയത്ത് നീ ഓക്കെ അല്ലേ, സേഫ് അല്ലേ എന്ന് ചോദിക്കുന്ന നല്ല സൗഹൃദങ്ങൾ. എന്ത് വന്നാലും ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിട്ടിരിക്കെ എന്ന് പറയാൻ മനസ്സ് കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇതാണ് കേട്ടോ എൻ്റെ കോളേജ്. വാവുവാണ് എന്നെ കൊണ്ടുവിട്ടത്. ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നിട്ട് എന്നെ ഇറക്കി വിട്ടിട്ട് ആള് പോയി. ഇതാണ് കേട്ടോ കോളേജിൻ്റെ എൻട്രൻസ്. 2-3 എൻട്രൻസ് ഉണ്ടെങ്കിലും ഇതാണ് മെയിൻ എൻട്രൻസ്. ഇന്നിവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതാണ് ഈ ടേബിളൊക്കെ ഇങ്ങനെ സൈഡിലിട്ടിരിക്കുന്നത്. കാണുന്നതാണ് ലൈബ്രറി. നമുക്കെന്തായാലും കഫറ്റീരിയയിലോട്ട് പോവാം. അവിടെയാവും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടാവുക. അതിനടുത്തുള്ള ക്ലാസ്സിൽ തന്നെയാണ് നമുക്കിന്ന് എക്സാമും ഉള്ളത്. ഞാൻ ഒരു ലൈഫിൽ ആദ്യമായിട്ട് 1 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഇൻ ലൈഫ്. പഠിച്ചു കഴിഞ്ഞില്ല. ഇന്നലെ ഞങ്ങൾക്ക് പ്രസന്റേഷൻ കഴിഞ്ഞെല്ലാം വൈകിപ്പോയി. ചേച്ചിയോ? പഠിച്ചില്ല. നീയോ? ഓ, ചോദിക്കണ്ടല്ലോ, പഠിപ്പിച്ചാണ് കേട്ടോ. നീയോ? ഹിമ ചമ്മലാണ് കുട്ടിക്ക്. അവസാനത്തെ എക്സാം ആലിയ എങ്ങനെയുണ്ട്? പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണോ? ഫുള്ള് പഠിച്ചു. എക്സാമിന് കയറുന്നതിന് മുമ്പ് ഓരോരുത്തർ ഓരോ ഡൗട്ട് ചോദിക്കലും വെപ്രാളപ്പെട്ടെല്ലാം മറിച്ചു നോക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതാണ് ഇപ്പം നടക്കുന്നത്.
എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ നല്ല ഹാർഡായിരിക്കും എന്ന് അറിയാനുണ്ടായിരുന്നു. ഒരു വിഷമമുണ്ടായിരുന്നില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും വലിയ എക്സാം കഴിഞ്ഞു. ഇനി റിസൾട്ടിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു 8 മാസം? 8 മാസം വളരെ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് നല്ലതല്ലായിരുന്നു. ഈ ഫ്രണ്ട്സ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി കോഴ്സ് എടുക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഈ കോഴ്സ് എടുക്കാൻ. നല്ല ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ നല്ലോണം മനസ്സുണ്ടെങ്കിൽ മാത്രം എടുക്കും. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും പറയില്ലേ ഇവിടെ അസൈൻമെന്റ് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താ പറയാ പഠിച്ചത് കണ്ണൊക്കെ കണ്ടോ. അതെ, എത്ര പഠിച്ചാലും എക്സാമില് മാർക്ക് കിട്ടാൻ നല്ല പാടാണ്. അതെ, അസൈൻമെന്റ്സ് കുറവാണ് അല്ലേ? അതെ, നമ്മൾ വിചാരിക്കും അസൈൻമെന്റിനൊക്കെ നല്ല മാർക്ക് കിട്ടുമെന്ന്. പക്ഷെ ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര ചെയ്താലും തരാനുള്ള മാർക്ക് അവർ തരത്തുള്ളൂ. എഴുതിയതിനുള്ള മാർക്ക് തരത്തില്ല. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ 8 മാസത്തില് മറക്കാൻ പറ്റാത്തൊരു ഇത് ചോദിക്കുവാണ് എന്ത് പറയും? മറക്കാൻ പറ്റുന്നില്ല. നല്ല മെമ്മറി ഞാൻ ചോദിച്ചത് അതെന്തായിരിക്കും? നല്ല മെമ്മറീസില് അത്യാവശ്യം നല്ല കണക്ഷൻസ് കിട്ടി. അത് ശരിയാ. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മൾ ഭയങ്കര ആയിട്ട് തകർന്നു പോയി, ഒന്നും കിട്ടത്തില്ല, എന്താണ് ചെയ്യാന്നൊക്കെ. എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് ഫാമിലി ഈസ് ഈക്വൽ ടു ഫ്രണ്ട്സ്. എല്ലാവരോടും ഒരു ബായൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ആസ് യൂഷ്വൽ ഇനി ആ സമയമൊന്നും തിരിച്ചു കിട്ടിയില്ലല്ലോ, കുറച്ചുകൂടി അടിപൊളിയാക്കായിരുന്നു എന്നൊക്കെയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, കഴിഞ്ഞു പോയതിനെ പറ്റിയാവുമല്ലോ നമ്മൾ കൂടുതൽ ചിന്തിക്കാറ്. അപ്പോൾ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എക്സാം അത്യാവശ്യം നല്ല ഹാർഡായിരുന്നു. അപ്പം എല്ലാവരുടെയും എക്സാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പം എല്ലാവരുടെയും മുഖത്ത് വലിയൊരു ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പം എല്ലാവരുടെ മുഖത്തും അതിൻ്റെതായ ടെൻഷനും വിഷമവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത്ര ഉള്ളൂ വീഡിയോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.